ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നാലും അതിന്റെ പേരിൽ എന്തൊക്കെ തരണം ചെയ്യേണ്ടി വന്നാലും എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച അക്ബറിനോട് ഞാൻ ക്ഷമിക്കൂല. ബിഗ് ബോസ് മലയാളം സീസൺ 7. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന ലൈവിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടതുമാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ രേണു സുധി ഈ പറയുന്ന മറ്റേ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ചെന്നിരുന്ന് സ്വന്തമായി തന്നെ സംസാരിക്കുകയാണ്. അക്ബറിനോട് ഞാൻ ക്ഷമിക്കില്ല, എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച അക്ബർ ഖാനോട് ഞാൻ ക്ഷമിക്കൂല. എന്നെ എന്ത് കണ്ടിട്ടാണ് അവൻ ഈ പറയുന്ന സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത്? അതുപോലെ തന്നെ ആ ഒരു പേരിൽ എനിക്കെന്ത് യോഗ്യതയാണുള്ളത്? അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് രേണു സ്വന്തമായി തന്നെ ഇരുന്ന് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓമനപ്പേര് എന്ന് പറഞ്ഞൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്കിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന അക്ബർ ഖാൻ രേണു സുധിയെ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ് ഒരു ഓമന പേരിട്ട് വിളിച്ചത്. അത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ന്യായങ്ങൾ അതിന്റെ പേരിലിട്ട് അക്ബർ ഖാൻ ന്യായീകരിക്കാനായിട്ട് ശ്രമിച്ചാലും സെപ്റ്റി ടാങ്ക് എന്നൊന്നും ഒരു സ്ത്രീ എന്നല്ല ആരെയും ഇത്രയും കുഞ്ഞുങ്ങളും വലിയ ആളുകളൊക്കെ കാണുന്ന ഒരു റിയാലിറ്റി ഷോയിൽ വന്ന് വിളിക്കാനായിട്ട് പാടില്ല. അത് വളരെ മോശമാണ്. അക്ബർ ഖാൻ അത് അക്സെപ്റ്റ് ചെയ്തു, മാപ്പ് എന്നൊക്കെ പറഞ്ഞത് പുള്ളിക്കാരൻ. പക്ഷെ മാപ്പ് പറഞ്ഞു എന്ന് വെച്ചിട്ട് ആ വിളിച്ച പേര് അങ്ങ് പെട്ടെന്ന് തേഞ്ഞു മാഞ്ഞു പോകുന്നില്ല. അപ്പൊ ലാലേട്ടൻ ഇതിന്റെ കാര്യത്തിൽ ഒരു ഒപ്പീനിയൻ ആയിട്ട് പറഞ്ഞൊരു കേസ് മറ്റൊന്നുമല്ല, ഈ പറയുന്ന അക്ബർ ഖാൻ രേണു സുധിയെ കൊണ്ട് അടുത്ത വീക്കില് രേണു സുധി പറയുന്ന കാര്യം ക്ഷമിക്കണം, അതിനു വേണ്ടിയിട്ട് അക്ബർ ഖാൻ രേണു സുധിയെ ഇംപ്രസ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെയാണ് ലാലേട്ടൻ അക്ബർ ഖാൻ ഒരു ടാസ്ക് കൊടുത്തത്. അതിനുവേണ്ടി അക്ബർ ഖാൻ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ പലതും കണ്ടതാണ്. മറ്റൊന്നുമല്ല, രേണു സുധിക്ക് വേണ്ടി ഹേർട്ടിന്റെ ഷേപ്പിലുള്ള ദോശ ഉണ്ടാക്കുന്നു, വട്ടത്തിലും നീളത്തിലും ത്രികോണത്തിലും സ്റ്റാറിന്റെ ഷേപ്പിലൊക്കെ ഉള്ള ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെയൊക്കെ കൊടുത്തിട്ടും രേണു അങ്ങോട്ട് ക്ഷമിക്കുന്നില്ല കാര്യം. അപ്പൊ രേണുവിനകത്തൊരു റീസൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം, എന്നെ അവൻ അങ്ങനെ വിളിച്ചത് ഞാൻ ക്ഷമിച്ചാനെ, പക്ഷേ ഈ പറയുന്ന ഒരു എവിക്ഷന്റെ, അതായത് നമ്മുടെ ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്യുക, മിഡ് വീക്ക് എവിക്ഷനിലേക്കുള്ള ഈ പറയുന്ന നോമിനേഷൻ ലിസ്റ്റ് ബിഗ് ബോസ് കൊടുക്കാൻ പറഞ്ഞ സമയത്ത് അക്ബർ ഖാൻ രേണു സുധിയുടെ പേരും കൂടി ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇനി ഞാൻ ഒരിക്കലും അവനോട് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേണു സുധി അപ്പൊ തന്നെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന്. പക്ഷെ രേണു പറഞ്ഞതൊക്കെ കാര്യം തന്നെയാണ്. മെയിൻ ആയിട്ട് അക്ബർ ഖാൻ രേണു സുധി ഒരിക്കലും സെപ്റ്റി ടാങ്ക് എന്നുള്ള രീതിയിലൊന്നും വിളിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇതൊരു ഗെയിം അല്ലേ. ഈ ഒരു ഗെയിമിൽ നമുക്ക് പല സമയത്തും ക്ഷമിക്കുക എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു സപ്പോർട്ടീവായിട്ട് കിട്ടുന്ന ഒരു കാര്യമായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, ഇപ്പൊ ബിഗ് ബോസിൽ ഈ പറയുന്ന രേണു സുധി എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ഈ പറയുന്ന രേണുവിന് അറിയില്ല. കാരണം രേണുവിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ രേണുവിന് അറിയില്ല. രേണു അത്യാവശ്യം ചീത്തപ്പേരോടുകൂടിയാണ് ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് സെലക്ട് ആയി ബിഗ് ബോസ് ഹൗസിൽ പോയത്. അപ്പോൾ രേണുവിന് ഇപ്പൊ ഇത്രയും സപ്പോർട്ടേഴ്സ് ആയി, രേണുവിന് ഒരു നോമിനേഷൻ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആളുകളുണ്ട് എന്നുള്ള രീതിയിലൊക്കെ രേണുവിന് സംഭവം പിടികിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യാവസ്ഥ അത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ രേണുവിന് എങ്ങനെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടോ അല്ലെങ്കിൽ രേണുവിന് കൃത്യമായ ഒരു സ്ട്രാറ്റജി പറയുന്ന ബിഗ് ബോസ് ഹൗസിലില്ല. അത് നമ്മൾ പല ഈ പറയുന്ന സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. രേണു പല സിറ്റുവേഷനിലും ഭയങ്കരമായിട്ട് വീക്കായി പോകുന്നു. മറ്റുള്ള കണ്ടസ്റ്റൻസ് വന്നിട്ട് രേണുവിനോട് പറയും, രേണു ചേച്ചിയുടെ കാപ്പബിലിറ്റി ഇതൊന്നും അല്ല, ചേച്ചിക്ക് കുറച്ചുകൂടി ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ രേണു സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് അത്രയും ആക്റ്റീവായിട്ട് പല കാര്യങ്ങളും സംസാരിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പൊ തീർച്ചയായിട്ടും രേണു ഇത്രയും ഡൗൺ ആയി പോകുമ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും രേണുവിനോട് ഈ കാര്യം ചോദിക്കും. രേണു പറയുന്നത് എനിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും വയ്യ, ഗെയിം കളിക്കാൻ എനിക്ക് വയ്യ എന്നുള്ള രീതിയിലൊക്കെയാണ് രേണു പല കാര്യങ്ങളൊക്കെ പറയുന്നതും ബിഗ് ബോസ് ഹൗസിൽ ചെയ്തു വെക്കുന്നതും. അതുപോലെ തന്നെ ഫ്രീ കിട്ടുന്ന എല്ലാ സമയത്തും ബിഗ് ബോസിന് വേണ്ട കണ്ടന്റുകൾ കൊടുക്കാതെ ഇതുപോലെ മേക്കപ്പ് ഏരിയ ചെന്ന് ഒറ്റയ്ക്കിരുന്നുകൊണ്ട് ഈ പറയുന്ന കിച്ചുവിനെ കാണണം, ഋത്തപ്പനെ കാണണം, മക്കളെ കാണണം, ഒബ്വിയസ്ലി വരും. കാരണം രേണു ഒരു അമ്മയാണ്. തീർച്ചയായിട്ടും ഇത്രയും നാള് ഒരാഴ്ചയൊക്കെ സ്വന്തം മക്കളെ കാണാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ രേണു അത്രയും ആഗ്രഹിച്ചു വന്നിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. അപ്പൊ അത്രയും രേണുവിന്റെ പെർസെന്റേജും ഈ ഒരു ബിഗ് ബോസിൽ ഇടേണ്ടത് രേണുവിന്റെ ഉത്തരവാദിത്വം കൂടിയാണ്. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ വന്ന് ഒരാഴ്ച പോലും ആവുന്നതിന് മുമ്പ് എനിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും വയ്യ, എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഇവിടെ നിൽക്കാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വരെ ഒരു സന്ദർഭം എത്തുന്ന സമയത്ത് രേണുവിനെ എതിർക്കും. ഇപ്പൊ തന്നെ ഈ പറയുന്ന അക്ബർ ഖാനോട് രേണു മാക്സിമം അക്ബർ ഖാനെ ഇതിനകത്തിട്ട് കഷ്ടപ്പെടുത്തി. ഇനി പുള്ളിക്കാരനോട് രേണുവിന് ക്ഷമിച്ചു കൊടുക്കാം.
പക്ഷേ ഈ പറയുന്ന രേണു ക്ഷമിക്കാതിരുന്നു എന്ന് വെച്ചുകൊണ്ട് അക്ബറിന് ഒരിക്കലും ബിഗ് ബോസിൽ നിന്ന് എവിക്ഷനിലൊന്നും എവിക്ഷനിലല്ല എവിക്റ്റ് ആക്കിയൊന്നും വിടത്തൊന്നുമില്ല. അത് വേറെ കാര്യം. അപ്പൊ അങ്ങനെ വിടുമെന്ന് വിചാരിച്ചിട്ടാണ് ക്ഷമിക്കാത്തതെങ്കിൽ അതൊരു മണ്ടത്തരമാണെന്ന് നമ്മൾ പറയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് രേണു സുധിയോട് ചോദിക്കുന്നതായിരിക്കും, രേണു അക്ബറിനോട് ക്ഷമിച്ചോ ഇല്ലയോ എന്ന്. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് രേണു വീണ്ടും ക്ഷമിച്ചില്ല എന്നാണ് രേണുവിന്റെ ഒരു ഉത്തരമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഒപ്പീനിയനും അല്ല അതുപോലെ തന്നെ രേണുവിന് പറയാനായിട്ടുള്ള ബാക്കിയുള്ള എക്സ്പ്ലനേഷനും ലാലേട്ടൻ തീർച്ചയായിട്ടും ചോദിക്കും. അപ്പൊ അതിനുകൂടി ഉത്തരം പറയേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രേണുവിന് ഇപ്പോൾ ഉള്ള സപ്പോർട്ടേഴ്സ് വരെയും രേണുവിന്റെ ഹേറ്റേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ രേണുവിന് ഇപ്പൊ വോട്ട് ചെയ്യുന്ന ആൾക്കാർ വരെയും രേണുവിനെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യാത്ത വ്യക്തികളായിട്ട് മാറുന്ന രീതിയിലേക്കൊക്കെ ചിലപ്പോൾ ഈ ഒരു ഈ പറയുന്ന ഒരു ഗെയിം മുന്നോട്ട് പോകും. കാരണം ഇതൊരു ഗെയിമാണ്. പല സിറ്റുവേഷനിലും ഈ പറയുന്ന വ്യൂവേഴ്സ് ഇത് കാണുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. അത് കാണുമ്പോൾ വ്യൂവേഴ്സിന് ഇത് ഓക്കെ ആണ്, ഇവിടെ കുഴപ്പമൊന്നുമില്ല, അപ്പൊ ആ ഒരു കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള മെന്റാലിറ്റി വരുമ്പോഴാണ് ഈ പറയുന്ന സപ്പോർട്ടേഴ്സ് ഒക്കെ ഒരു വ്യക്തിക്ക് കൂടുന്നത്. അത് എപ്പോൾ വേണമെങ്കിലും പോവുകയും ചെയ്യാം. അപ്പൊ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടൊരു ടാക്ടിക്സ് ഉണ്ട്. അതനുസരിച്ച് നിന്നില്ല എങ്കിൽ സ്വന്തം കുഴി സ്വന്തമായി തന്നെ തോണ്ടുന്നത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലൊരു സംഭവമായി പോകും. അതുകൊണ്ട് തന്നെ രേണു സുധി ഇനിയെങ്കിലും നോക്കിയും കണ്ടൊക്കെ നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ പറയുന്ന സപ്പോർട്ടേഴ്സ് ഒക്കെ പോകും. കാരണം രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് റെഡിയാണ്. പക്ഷെ രേണുവിന് ആ ഒരു സപ്പോർട്ട് വേണ്ട. രേണു ബിഗ് ബോസിൽ ഈ പറയുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും രേണുവിന് ഇതുവരെയും കിട്ടിയിരുന്ന ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേണുവിന്റെ ഡ്രീം ആയിട്ടുള്ള ബിഗ് ബോസും രേണുവിന് കിട്ടാതായി പോകും. എന്തായാലും രേണു ഇനിയുള്ള ഗെയിം എങ്ങനെ മാറ്റുമെന്ന് നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്